ഊണ് കഴിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം വിട്ട് ഊണ് കഴിച്ച് വന്നപ്പോഴാണ് ആ രണ്ടെണ്ണം അടിച്ചതിൻ്റെ ഒരു കിക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങിയത്. അപ്പോഴാണ് ശിവൻകുട്ടിക്ക് തോന്നിയത്, അങ്ങനെ വെറുതെ അങ്ങ് പോയി കിടന്നുറങ്ങിയാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേണമല്ലോ പോയി കിടന്നുറങ്ങാൻ എന്ന് കരുതിയിട്ട് ശിവൻകുട്ടി ഇട്ടു. എന്താണ്? ഫാക്റ്റ് ചെക്ക്. ഫാക്റ്റ് ചെക്കാണ്. നിങ്ങൾ ആലോചിക്കണം, ഫാക്റ്റാണ് ചെക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രണ്ടെണ്ണം അടിച്ചപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു ഉന്മാദ ലഹരിയിൽ എടുത്ത ഒരു ഫാക്റ്റ് ചെക്കാണിത്. നിങ്ങൾ അതാണ് എൻ്റെ പുറത്ത് കാണുന്നത്. ഈ ഫാക്റ്റ് ചെക്കിൽ ഒരു പോസ്റ്റിൽ UDF കാലത്ത് ഫാക്റ്റ് ചെക്ക് ഓണക്കാലത്തെ സപ്ലൈകോ വിറ്റുവരവ്, UDF കാലത്തും LDF കാലത്തും. അതിൽ UDF കാലത്ത് ഒരു കാർഡാണ്, പണി അറിയുന്നവർ ഭരിക്കാൻ വന്നതിൻ്റെ മാറ്റം, 200 കോടി പിന്നിട്ട് സപ്ലൈകോ ഓണക്കച്ചവടം എന്നുള്ളതാണ് ആ കാർഡിലുള്ളത്. രണ്ടാമത്തത് LDF കാലത്ത് ഇത് ഹിന്ദുവിൻ്റെ റിപ്പോർട്ടാണ്. ഈ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 8 റിപ്പോർട്ടാണ്. അതായത് തിരുവോണം കഴിഞ്ഞ് 10 നാൾ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. അന്നത്തെ റിപ്പോർട്ട് പ്രകാരം അന്നത്തെ റിപ്പോർട്ട് പ്രകാരം 386.19 കോടി രൂപയാണ് സപ്ലൈകോയുടെ സെയിൽ എന്ന് പറയുന്നത്, വിറ്റുവരവെന്ന് പറയുന്നത്. അതായത് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു സെപ്റ്റംബർ 8 2025. ഇന്ന് നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 തിരുവോണത്തിന് ഇനിയും ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു. അപ്പോൾ ഈ തിരുവോണത്തിന് ബാക്കി കിടക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എത്രയാ? 300 കോടി കടന്നു എന്നുള്ളതാണ്. തിരുവോണമാകാൻ ഇനിയും 4 ദിവസം ബാക്കി കിടക്കുന്നു. ഓണക്കാലത്തെ ഈ പറയുന്ന സെയിൽ, ഓണച്ചന്തകളും ഓണക്കാലത്തെ കച്ചവടവും സീസൺ അവസാനിച്ചിട്ടില്ല, തിരുവോണം കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ പറയുന്ന തിരുവോണം അവസാനിക്കാൻ നാളുകൾ ഇനിയും ബാക്കി നിൽക്കുമ്പോഴും കഴിഞ്ഞ വർഷം തിരുവോണ ചന്തയിൽ സപ്ലൈകോയുടെ ആകെ ഉള്ള സെയിൽ വെച്ച് കൊണ്ടുവന്നിട്ട് ഇതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ടാണ് ശിവൻകുട്ടി പ്രചരിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല ശിവൻകുട്ടി. ഈ UDF കാലത്തെ ഈ പറയുന്ന ഓണച്ചന്ത അല്ലെങ്കിൽ ഈ തിരുവോണ സീസൺ ഒന്ന് അവസാനിച്ചിട്ട് തിരുവോണം കൂടി കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ സെയിൽ എത്രയാണ് എന്ന് കണ്ടു നോക്കിയിട്ട് പോരെ ഈ പറയുന്ന അവകാശവാദങ്ങളുമായി ഇറങ്ങാൻ. അപ്പം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഡേറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഡേറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ കരുതി, ഇതിപ്പോൾ ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞു? 10 ദിവസമെങ്കിലും കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഓണം കഴിഞ്ഞ് 10 ദിവസം, തിരുവോണവും കഴിഞ്ഞ് 10 ദിവസവും കഴിഞ്ഞ് എല്ലാം കെട്ടിപ്പൂട്ടി അവസാനത്തെ സെയിലാണ് ഈ 300 ചില്ലറ കോടി എന്ന് പറയുന്നത് 2025. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ തിരുവോണം കഴിഞ്ഞില്ല, കച്ചവടം ഉത്രാടപ്പാച്ചിലിൻ്റെ കച്ചവടം പോലും നടന്നിട്ടില്ല, അതിന് മുൻപേ ഇവിടെ 300 കോടി കടന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് ഇത്ര വലിയ പ്രശ്നം? അപ്പം ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് പരിശോധിച്ചു. കമൻറ്റ് ബോക്സ് കയറിയപ്പോഴാണ് ഡീറ്റെയിലുകൾ ഓരോരുത്തർ പുറത്തേക്ക് വിടുന്നത്. അതിലൊരു കമൻറ്റ് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇട്ട പെരും നുണയുടെ പോസ്റ്റാണ്. ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തങ്ങളാണ് കേരളം മുഴുവൻ ഉള്ളത് എന്ന ബോധ്യത്തിലാണ് സഖാവിൻ്റെ പോസ്റ്റ്. സഖാവിൻ്റെ പോസ്റ്റിലെ കഴിഞ്ഞ വർഷത്തെ കണക്ക് വെളിപ്പെടുത്തിയ വാർത്ത ഓണവും കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷമുള്ളതാണ്. അതിനെയാണ് ഈ വർഷത്തിലെ ഓണത്തിന് ഇനിയും 4 ദിവസം ബാക്കി നിൽക്കെയുള്ള കണക്കുമായി താരതമ്യം ചെയ്യുന്നത്. മൊത്തത്തിൽ സഖാവ് പത്രവാർത്തയിലെ കണക്കുമായി 7 ദിവസം മുന്നേയുള്ള കണക്ക് കാണിച്ചാണ് താരതമ്യവും. വരവും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരെണ്ണം പോലും ഇവരുടെ കൂട്ടത്തിലില്ല. അതോ കള്ളം പറച്ചിൽ ഇവരുടെ ഹോബിയായി മാറിയോ? ഇനി മറ്റൊരാളുടെ, സർ, ദ ഓണം സെയിൽ വിൽ ബി കംപ്ലീറ്റഡ് ഓൺലി ആഫ്റ്റർ 3-4 days. Then the total sale could cross 450 crores. അതിരൂക്ഷമായ വിലക്കയറ്റമില്ലാതെ ഒരു പൊന്നോണം 10 വർഷങ്ങൾക്ക് ശേഷം കേരളക്കരയിൽ UDFന്റെ ജനകീയ സർക്കാരിന് അഭിവാദ്യങ്ങൾ. സഖാവെ, നിങ്ങൾ ഒരാഴ്ച പ്രചരിപ്പിക്കുന്ന ഉടായ്പകളും നുണകളും സതീശൻ 1 മണിക്കൂർ കൊണ്ട് പൊളിച്ചെടുക്കും. നിങ്ങൾ അതിൻ്റെ കലിപ്പും. അങ്ങനെ ഈ പറയുന്ന ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നീണ്ടു പോകുന്നതിനിടയിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ ഓണം സെയിൽ കഴിഞ്ഞിട്ടില്ലല്ലോ,
ഇത് ഓണം പോലും ആയിട്ടില്ല, ഇനിയും 4 ദിവസം ബാക്കിയാണ്. ഇപ്പം ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്ക് പ്രകാരം 300 കോടി സപ്ലൈകോയുടെ സെയിൽ എന്ന് പറയും, വിറ്റുവരവെന്ന് പറയുന്നത് 300 കോടിയിലെത്തിയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം വരെയുള്ളത്. അപ്പോൾ ഇനിയും 4 ദിവസത്തെ കച്ചവടം നടക്കാനുണ്ട്, അതിൻ്റെ കണക്കുകൾ വരാനുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പോരെ ഈ താരതമ്യപ്പെടുത്തല് അല്ലേ? അപ്പോഴേക്കും ഈ കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ 10 ദിവസത്തെ ഇനിയും 10 ദിവസം കച്ചവടം ചെയ്യാൻ ബാക്കിയാണ്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ UDF സർക്കാരിന് ഇനിയും 10 ദിവസത്തെ കച്ചവടം ബാക്കി നിൽക്കുകയാണ് ഈ താരതമ്യം നടത്തുന്നത് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാനിതിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നത് കണ്ടു, സ്കൂൾ കുട്ടികളുടെ അരി 5 കിലോ ഉള്ളത് 4 കിലോ ആക്കി മാറ്റിയെന്ന്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയുടെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഒന്നുകൂടി തപ്പി നോക്കി. ഫേസ്ബുക്കിലാണല്ലോ മഹാൻ എല്ലാം വിവരിക്കുന്നത്, അതാവുമ്പോൾ 2 എണ്ണം അടിച്ചത് അങ്ങനെ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ 2025 ഓഗസ്റ്റ് 26 ശിവൻകുട്ടിയുടെ ഒരു കുറിപ്പ്, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണം ഇതാ പടിവാതിൽക്കലെത്തി. ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ 24,7 ലക്ഷം കുട്ടികൾക്ക് 24,70,000 കുട്ടികൾക്ക് 4 കിലോ അരി വീതം സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. 24,7 ഓക്കെ 25 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 4 കിലോ അരി വീതം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ്. അതിന് താഴെ ഈ പറയുന്ന ശിവൻകുട്ടി, GR അനിൽ, അതുപോലെ നമ്മളെ ജട്ടിക്കള്ളന് ഒക്കെ നിൽക്കുന്ന ഒരു ചിത്രം, കുട്ടികൾ അരിയും പിടിച്ച് നിൽക്കുന്ന ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ചിത്രമാണത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇന്നലെ പിണറായി വിജയൻ ഞങ്ങൾ 5 കൊടുത്തു, UDF സർക്കാർ 4 ആക്കി എന്ന് പറഞ്ഞപ്പോൾ ശിവൻകുട്ടി എന്തേ വിജയം പറഞ്ഞത് നുണയാണ്, ഞങ്ങളുടെ കാലത്തും 4 കൊടുത്തത് എന്ന് പറയാതിരുന്നത്? അപ്പോൾ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴോട്ട് വീണ്ടും ഞാൻ പോയി. അപ്പോൾ വീണ്ടും ഞാൻ പോയി നോക്കുമ്പോൾ ഇതിപ്പോൾ 26-ാം തീയതി ഓഗസ്റ്റ് 26-ാം തീയതി ഇത് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ ഈ 4 കിലോ അരി വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഒരു കുറിപ്പാണ് 26-ാം തീയതി ഓഗസ്റ്റ് 26-ാം തീയതി ശിവൻകുട്ടി പങ്കുവച്ചിട്ടുള്ളത്. അതേ ഓഗസ്റ്റ് മാസം 20-ാം തീയതി 24,77,343 എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കണക്കൊക്കെ പറഞ്ഞിട്ട് അന്ന് 20-ാം തീയതി ശിവൻകുട്ടി പറയുന്നു കുട്ടികൾക്ക് 4 കിലോ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചു എന്ന് ശിവൻകുട്ടി പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കൃത്യമായിട്ട് ഈ വസ്തുത അറിയുന്ന ശിവൻകുട്ടി ഇന്നലെ പിണറായി വിജയൻ വീണ്ടും പറയാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, തോറ്റ മുഖ്യമന്ത്രി, അങ്ങനെ പറയാം, ആ തോറ്റ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാണ് ഞങ്ങൾ കൊടുത്ത 5 കിലോ അരി UDF സർക്കാർ വന്ന് 4 കിലോ ആക്കി എന്ന് പറയുമ്പോൾ, അല്ല സഖാവേ നമ്മളും 4 കൊടുത്തത് എന്ന് തിരുത്തി പറയാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടിക്കില്ലാതെ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുക. അത് പറയാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടിക്കില്ലാതെ പോയി എന്നുള്ളത് എന്നെ വല്ലാതെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നുണ പറയുക, എന്നിട്ട് ആ നുണയെ പ്രചരിപ്പിക്കുക, ഇനി മറ്റൊരാൾ നുണ പറഞ്ഞാൽ അതിന് കൊട പിടിക്കുക. പക്ഷേ ഞാൻ ഇന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ 4 കിലോ 5 കിലോ അരി, ഈ അരിയുടെ കാര്യത്തിൽ 4 ആണോ 5 ആണോ എന്നുള്ള വിഷയത്തിൽ ശിവൻകുട്ടി ഇക്കൊല്ലം പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഇന്നലെ പിണറായി വിജയൻ പറയുന്നു സപ്ലൈകോയിലെ കച്ചവടത്തെക്കുറിച്ച് ഫാക്ട് ചെക്ക് നടത്തുന്ന ഈ പറയുന്ന ശിവൻകുട്ടി എന്തേ ഈ 4 കിലോയുടെയും 5 കിലോയുടെയും കാര്യത്തിൽ ഒരു ഫാക്ട് ചെക്ക് നടത്താത്തത്? ആലോചിക്കണ്ടേ, എന്താ നടത്താത്തത്? കാരണം ശിവൻകുട്ടിയുടെ പ്രൊഫൈലിൽ ഇപ്പോഴും കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം 2 തവണയാണ് ഈ 4 കിലോ അരി ഈ പറയുന്ന ഓണം പ്രമാണിച്ച് 4 കിലോ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതും 4 കിലോ അരി വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് 4 കിലോ അരി വിതരണം ചെയ്തു തുടങ്ങി എന്ന കുറിപ്പിട്ടതും 2 തവണയാണ്. ഒന്ന് ഓഗസ്റ്റ് 20-ാം തീയതി, മറ്റൊന്ന് ഓഗസ്റ്റ് 26-ാം തീയതി. അപ്പോൾ ആലോചിക്കണം,
അപ്പോൾ ശിവൻകുട്ടിക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഫാക്ട് ചെക്ക് ചെയ്താൽ പിണറായി വിജയൻ പച്ച നുണയാനാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ശിവൻകുട്ടിക്ക് വിളിച്ചു പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ശിവൻകുട്ടി അത് പറയുന്നില്ല. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശിവൻകുട്ടിയുടെ ഒരു കാര്യം നോക്കണം. അപ്പോൾ എന്താണെങ്കിലും ശിവൻകുട്ടിക്ക് നുണ ഇങ്ങനെ പറയണം. ശിവൻകുട്ടി എന്താ പറഞ്ഞത് എന്ന് ശിവൻകുട്ടിക്ക് തന്നെ ഓർമ്മയില്ല. കാരണം എന്താ, എല്ലാം രണ്ടെണ്ണം വീശിയതിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? മൂപ്പരെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്ക്, കൊറോണ കാലത്ത് ഈ മദ്യത്തിന് അടിമപ്പെട്ടവർക്ക് പുറത്തിറങ്ങാനും മദ്യം വാങ്ങാനുമുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ എന്തിന് അരിയും പഞ്ചസാരയും വരെ വാങ്ങാൻ പോകാത്ത സിറ്റുവേഷനിലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ചെന്ന് മദ്യം വാങ്ങായിരുന്നു, പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ കൈവിറക്കുന്ന ശിവൻകുട്ടി രണ്ടെണ്ണം അടിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റൂല. അദ്ദേഹം അടിച്ചോട്ടെ, രണ്ടെണ്ണം അടിച്ചോട്ടെ, പക്ഷെ അദ്ദേഹം ഒരു മാന്യത കാണിക്കണം. ഈ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന എഴുതി വിടുന്നതും ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നതും ഫേസ്ബുക്കിൽ പറയുന്ന പ്രതികരണങ്ങളെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം രണ്ടെണ്ണം അടിക്കുന്നു, ശരി, സമ്മതിച്ചു. പക്ഷെ സത്യം പറയുന്നതിന് ഈ രണ്ടെണ്ണം അടിച്ചത് ഒരു തടസ്സമാകരുത് എന്നാണ് ശിവൻകുട്ടിയോട് പറയാനുള്ളത്, അല്ലേ? അപ്പോൾ എന്തായാലും ശിവൻകുട്ടി ഫാക്ട് ചെക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പം ഞാനിതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം. ഇവിടെ ഓണം കഴിഞ്ഞിട്ടില്ല, ഓണത്തിൻ്റെ കച്ചവടം കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് ഓണത്തിൻ്റെ കച്ചവടം വരാനിരിക്കുന്നത്. ഈ പറയുന്ന ഉത്രാടപ്പാച്ചിലിന് ഒരു വലിയ കച്ചവടം നടക്കാനുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ എന്നിട്ടും ഇപ്പോഴും യാഥാർത്ഥ്യം പറയുന്നില്ല. ഇന്നിപ്പോൾ ശിവൻകുട്ടി ഇന്ന് ഉച്ചക്കാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശിവൻകുട്ടി ഈ പോസ്റ്റ് ഇടുന്ന സമയം വരെ എത്രയാണ് സപ്ലൈകോയുടെ വിറ്റുവരവ്? 300 കോടിയായിരിക്കുന്നു. അത് ശിവൻകുട്ടി പറയുന്നുണ്ടോ? അത് പറയുന്നുമില്ല. പോസ്റ്റ് ഇടുന്ന സമയം വരെയുള്ള സപ്ലൈകോയുടെ വിറ്റുവരവ് എന്ന് പറയുന്നത് 300 കോടിയാ. അതെത്രയാ? അത് ശിവൻകുട്ടി പറയുന്നില്ല. ബാക്കി എല്ലാവരും പറയുന്നുണ്ട് 300 കോടിയായി എന്നുള്ളത്. പക്ഷെ ശിവൻകുട്ടി അത് പറയുന്നില്ല. മാത്രമല്ല, ഓണക്കച്ചവടം ഇനിയും ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. ഓണത്തിന് ഇനിയും 4 ദിവസങ്ങൾ ബാക്കിയാണ്. എന്നാലും ശിവൻകുട്ടി അതൊന്നും നമുക്ക് പരിഗണനാ വിഷയമല്ല. ആലോചിക്കണം. അപ്പം ഇതാണ് ശിവൻകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. രാജാവ് ഇന്നലെ പച്ച നുണ പറഞ്ഞിട്ടും തൻ്റെ ഫേസ്ബുക്കിൽ 2025 ഓഗസ്റ്റ് 20-നും 2025 ഓഗസ്റ്റ് 26-നും 2 തവണ സ്കൂൾ കുട്ടികൾക്ക് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നൽകിയ 4 കിലോ അരിയെക്കുറിച്ചുള്ള വാതോരാതെയുള്ള ആവേശത്തോടെയുള്ള അവകാശവാദം, ആ അവകാശവാദം അവിടെ ഇപ്പോഴും നിലനിന്നിട്ടും പിണറായി വിജയൻ പറഞ്ഞത് ഇന്നലെ നുണയാണെന്ന് പറയാൻ ശിവൻകുട്ടിയുടെ നട്ടെല്ല് അനുവദിക്കുന്നില്ല എന്നുള്ളതാ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വയ്ക്കുക, സഖാക്കളുടെ ഒരവസ്ഥയെ ഇങ്ങനെ വളഞ്ഞ് 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 പിണറായി വിജയൻ്റെ കാല് നക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വെറ്റകൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ജനം അടിച്ച് മൂലക്കിരുത്തിയെ. ഇപ്പം മൂപ്പർക്ക് വീട്ടിലിരിക്കുക, അത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. എന്നിട്ട് ഫേസ്ബുക്കിൽ ഈ നുണ ഇങ്ങനെ പടച്ചു വിടുക എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്.